ശിവന്റെ രൂപം നമ്മൾ കണ്ടാൽ ആ രൂപത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ. ഓരോ ദേവതയെയും സഗുണാരാധനാ സമ്പ്രദായം അനുസരിച്ച് ഋഷിവര്യന്മാർ നമുക്ക് കാട്ടിത്തരുമ്പോൾ ആ ദേവതയ്ക്കൊക്കെ ഓരോരോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ, അവരുടെ വേഷവിധാനങ്ങൾ, അവയ്ക്കൊക്കെ നമ്മളോട് എന്തൊക്കെയോ കഥകൾ പറയാനുണ്ട്, എന്തൊക്കെയോ സന്ദേശങ്ങൾ നമ്മളോട് അരുളാനുണ്ട്. അങ്ങനെയാണ് ഋഷിവര്യന്മാർ ഈ സഗുണാരാധനാ സമ്പ്രദായത്തിൽ ദേവതകളെയൊക്കെ നമുക്ക് ചിത്രീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ശിവന്റെ രൂപം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എടുത്തു നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ജടയാണ് അല്ലേ. ഏറ്റവും മുകളിലെ ഭാഗം ജട. അപ്പോൾ ശിവൻ സംഹാരകാരകനായത് കൊണ്ട് തന്നെ മനുഷ്യന് നല്ല ജീവജാലങ്ങൾക്ക് 4 വിധത്തിലാണ് മരണം സംഭവിക്കുക. അപ്പം അതിലൊന്ന് വായു മൂലമാണ്. വായുവിൻ്റെ ആധിക്യം കൊണ്ട് നമുക്ക് മരണം സംഭവിക്കാം അല്ലേ. വായുവിൻ്റെ ആധിക്യത്തിലൂടെയാണ് കൊടുങ്കാറ്റ് വരുന്നത് അല്ലേ. എന്നാൽ ഈ വായുവിൻ്റെ ലോപം കൊണ്ടും മരണം സംഭവിക്കാം അല്ലേ. അപ്പോൾ ഈ ഭഗവാന്റെ തലയിലിരിക്കുന്ന ജട ഈ വായുവിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ആ ജടയ്ക്കുള്ളിൽ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാരാണ്? ഗംഗ അല്ലേ. അപ്പോൾ ഗംഗ ജലത്തിൻ്റെ പ്രതീകമാണ്. അതായത് നമുക്ക് മരണം ഭവിക്കാൻ കാരണമായിട്ടുള്ള മറ്റൊന്നാണ് ജലം അല്ലേ. ജലത്തിൻ്റെയും ആധിക്യം കൊണ്ടും ദൗർലഭ്യം കൊണ്ടും മനുഷ്യന് നല്ല ജീവജാലങ്ങൾക്ക് മരണം സംഭവിക്കാം. അപ്പോൾ ആ ജലത്തിൻ്റെ പ്രതീകമാണ് ഭഗവാന്റെ തലയിലിരിക്കുന്ന ഗംഗാദേവി. പിന്നെയോ ആയുധങ്ങൾ കൊണ്ട് നമുക്ക് മരണം സംഭവിക്കാം. അപ്പോൾ ആ ആയുധത്തിൻ്റെ പ്രതീകമാണ്. തൃശൂലത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട് എങ്കിൽ പോലും ആ ആയുധത്തിൻ്റെ പ്രതീകമായി കൂടി, അതായത് ഒരു മനുഷ്യന് മരണം സംഭവിക്കാൻ കാരണമായിട്ടുള്ള ആയുധത്തിൻ്റെ പ്രതീകമായിട്ട് കൂടി നമ്മൾ തൃശൂലത്തെ, ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ശൂലത്തെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന പാമ്പ്, ഇത് രോഗത്തിൻ്റെ പ്രതീകമാണ്. ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്നത് എങ്ങനെ തന്നെയാണ്? രോഗം മൂലമാണ് അല്ലേ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സിമ്പൽ എന്താ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സിമ്പലിൽ ഒരു പാമ്പുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അപ്പം രോഗം മൂലവും മനുഷ്യന് ഏറ്റവും അധികം ആളുകൾക്ക് അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ സംഹാരകാരകനായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ഭസ്മം ചുടല ഭസ്മാണ് അല്ലേ. അത് വിനാശത്തിൻ്റെ പ്രതീകമായിട്ട് കൂടെ, വിരക്തിയുടെ പ്രതീകമായിട്ടും അതുപോലെ വിനാശനത്തിൻ്റെ പ്രതീകമായിട്ട് കൂടി അവതരിപ്പിക്കപ്പെടാറുണ്ട്. അപ്പം സംഹാരകാരകനാണ് ഭഗവാനെങ്കിൽ കൂടി ഇവിടെ സൃഷ്ടി ചെയ്യുന്നതും സ്ഥിതി ചെയ്യുന്നതും എല്ലാം സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ ഭഗവാനാണെന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ലോകം അശേഷം ക്ഷണമാത്രേണ സൃജിച്ച്. ഈശ്വരന് ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവജാലത്തെ സൃഷ്ടിക്കാൻ എത്ര സമയം വേണം? ഇങ്ങനൊന്ന് നൊടിക്കുന്ന സമയം മതി. പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് പല പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂമി അഥവാ സൗരയുദ്ധത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ചും പല പല കഥകളും സിദ്ധാന്തങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. സൂര്യനിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയുണ്ടായി. ആ പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് കുറച്ചധികം അഗ്നിഗോളങ്ങൾ ഉണ്ടായി. ആ അഗ്നിഗോളങ്ങൾ വർഷങ്ങളോളം വളരെ വേഗത്തിൽ കറങ്ങി അതിലൊരു ഗോളമായ ഭൂമിയിൽ അല്ലേ, ആകാശഗോളമായ ഭൂമിയിൽ അതിൻ്റെ ഫലമായിട്ട് ഈ അഗ്നി ഗോളം കറങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ ഫലമായി അതിൽ നിന്നുണ്ടായ നീരാവി മുകളിലേക്ക് പോയി. കുറച്ചധികം കാലം കഴിഞ്ഞപ്പോൾ അത് തണുത്തുറഞ്ഞ് മഴ പെയ്ത് ഭൂമി തണുത്തു. ആ മഴ കൊണ്ട് ഭൂമിയിൽ ജീവജാലങ്ങളും അതുപോലെ പുൽനാമ്പുകളും ഉണ്ടായി. പിന്നീട് അന്നുണ്ടായ ജീവജാലങ്ങളിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് പരിണമിച്ചു പുതിയ പുതിയ ജീവജാലങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ഒരു സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുസ്തകങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഉത്പത്തിയെക്കുറിച്ച് 2 തരത്തിലുള്ള വാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിലൊരു വാദമാണിത്, ക്രമസൃഷ്ടിവാദം. സൂര്യനിൽ നിന്ന് പടിപടിയായി ഈ പ്രപഞ്ചമുണ്ടായി വന്നു എന്ന വാദമാണ് ക്രമസൃഷ്ടിവാദം. മറ്റൊന്ന്, സൂര്യനടക്കമുള്ള എല്ലാ ആകാശഗോളങ്ങളും അവിടുത്തെ ജീവജാലങ്ങളും എല്ലാം ഒരുമിച്ചാണ് ഉണ്ടായത് എന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു വാദമുണ്ട്. അതിനെ യുഗപസൃഷ്ടിവാദം എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരു എന്ന ശാസ്ത്രജ്ഞൻ ഇതിലേതാണ് ശരിയെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് പറയുന്നത് അർക്കാദ് യഥാക്രമം വിശ്വം തഥാ നൈവേദമാത്മന സുപ്തേരിവ പ്രാദുരാസീത് യുഗപസ്വസ്യ വീക്ഷയാ.
സൂര്യനിൽ നിന്ന് പടിപടിയായി ഈ പ്രപഞ്ചമുണ്ടായി എന്ന വാദം തെറ്റാകുന്നു. അർക്കാത് യഥാക്രമം വിശ്വം തഥാ നൈവേദമാത്മന സുപ്തേരിവ പ്രാദുരാസീത് യുഗപത് സ്വസ്യ വീക്ഷയ. ഇവിടെ സത്യമായിട്ടുള്ളത് യുഗപത് സൃഷ്ടിയാണ്. ആ യുഗപത് സൃഷ്ടി എങ്ങനെ നടന്നുവെന്ന് ദർശനമാലയിലെ അധ്യാരോപ ദർശനത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഗുരു പറഞ്ഞു തരുന്നുണ്ട്. ആസീദഗ്രേ അസദേവേ ഇദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വരക. അഗ്രേ ഈ പ്രപഞ്ചമില്ലാത്തതായിരുന്നു. പിന്നീട് പരമേശ്വരൻ, ഇവിടെയും പരമേശ്വരൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരമേശ്വരൻ ഈ പ്രപഞ്ചത്തെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ട് എന്ന വണ്ണം തൻ്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചെടുത്തു. അതെങ്ങനെയെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് പറയും. ബീജാദങ്കുര വത്സ്വസ്യ. വിത്ത് ഒരു ദിവസം നമ്മൾ കുഴിച്ചിട്ടു, ഒരു ദിവസം നമ്മൾ വന്ന് നോക്കുമ്പോൾ അതിലൊരു മുള പൊട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയെയും തൻ്റെ സങ്കല്പം കൊണ്ട് ഈശ്വരൻ ക്ഷണനേരം കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. അതിനെ സംഹരിച്ചെടുക്കാനും എത്ര സമയം മതി? ഈ പറയുന്ന ഒന്ന് നൊടിക്കുന്ന സമയം മതി. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വിചാരം ഉണ്ടോ? അല്ലേ, സൃഷ്ടി നടക്കുവാനും സംഹാരം നടക്കുവാനും അത്രയും സമയം മതിയാകും. അതാണ് പ്രപഞ്ച സൃഷ്ടി. ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ പല സ്തോത്രകൃതികളിലും ആ തൃപ്പാദങ്ങൾ അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷൺമുഖ സ്തോത്രം, അതുപോലെ മണ്ണന്തല ദേവീസ്തവം തുടങ്ങിയ സ്തോത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും ഈശ്വരനിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ്. അത് സ്തോത്രകൃതികളിലും പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ സാധാരണക്കാരതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സൃഷ്ടി നടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാറ്റിനെയും ക്ഷണനേരം കൊണ്ട് സൃഷ്ടിച്ച് അതിനെ ആര് ആലോകന മാത്രേണ ഭരിക്കുന്ന അനുവേലം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ശ്ലോകം പിരിക്കുന്നത് അങ്ങനെയാണ്. ഈ ലോകം അശേഷം ക്ഷണമാത്രേണ സൃജിച്ച് ആര് ആലോകന മാത്രേണ ഭരിക്കുന്നു അനുവേലം എന്നാണ്. ഈ ലോകം അശേഷം എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവനായും ക്ഷണമാത്രേണ സൃഷ്ടിച്ച് ആര് ആലോകന മാത്രേണ തൻ്റെ കടക്കൺ നോട്ടം കൊണ്ട് ഭരിക്കുന്നു അനുവേലം. അനുവേലം എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ എല്ലായ്പ്പോഴും തൻ്റെ കടക്കൺ നോട്ടം കൊണ്ട് ഇവിടേക്ക് എത്ര ജീവജാലങ്ങളെ, എത്രയോ കോടി ജീവജാലങ്ങളെ, കല്ലിനകത്തു കൂടി വാഴും ഒരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാവരും ഇങ്ങ് ഇതിലിരുന്നു വളർന്നിടുന്നു. അല്ലേ, അണു മുതൽ ആന വരെയുള്ള സകല ജീവജാലങ്ങളെയും സൃഷ്ടിക്കുക മാത്രമല്ല ഈശ്വരൻ ചെയ്യുന്നത്, പിന്നെയോ തൻ്റെ കടക്കൺ നോട്ടം കൊണ്ട് ഈ ജീവജാലങ്ങളെ എല്ലാം ഒരുപോലെ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അല്ലേ, അത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് ഈശ്വരൻ്റെ ആ നോട്ടത്തെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കൃതിയാണ് ഗുരുവിൻ്റെ പിണ്ടനന്ദി എന്നുള്ള കൃതി. അല്ലേ, 4-5 മാസമൊരുപോൾ നയനങ്ങൾ വച്ചു കാലൻ്റെ കയ്യിലണയാതെ വളർത്തിനിയേ കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ അക്കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. 4-5 മാസം ഒരുപോൾ നയനങ്ങൾ വച്ചു. രേതസ്സു തന്നെ ഇരു രക്തമൊടും കലർന്നു നാദം തിരണ്ട് ഒരു ഉരുവായി നടുവിൽ കിടക്കും. എന്ത്? മാതാവിൻ്റെയും പിതാവിൻ്റെയും അണ്ടവും ബീജവും കൂടി കലർന്ന് ഒരു ഭ്രൂണമുണ്ടായി അഥവാ ഉരു ഉണ്ടായി, അതുമല്ലെങ്കിൽ ഒരു ശരീരമുണ്ടായി. അത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൻ്റെ നടുവിലേക്ക് വെക്കുന്നു. അല്ലേ, അതിനുള്ളിലേക്ക് ഈശ്വരൻ തൻ്റെ ചൈതന്യമാകുന്ന എരിയെ കൂടി കൊളുത്തുന്നു. അല്ലേ, അതിനെ ഒരു ഭ്രൂണമാക്കി വെക്കുക മാത്രമാണോ ചെയ്യുന്നത്? പിന്നീട് അവിടുന്ന് ഓരോ ദിവസവും അതിലെ ഓരോ ഇന്ദ്രിയങ്ങളെയും വളർച്ച പ്രാപിപ്പിച്ച് 9 മാസം എത്തിച്ച്, 4-5 മാസം എന്ന് പറഞ്ഞാൽ 9 മാസം എത്തിച്ച് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും വളർത്തി ഈ ഇരിക്കുന്ന ഓരോ നമ്മളുമാക്കി മാറ്റുന്നത് ആരുടെ കഴിവാണ്?
എൻ തമ്പുരാന്റെ കളി അല്ലേ. അപ്പൊ ആ കളിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്ഷണമാത്രേണ സൃജിച്ച് ആര് ആലോകന മാത്രേണ, തൻ്റെ ഒരു നോട്ടം ഒരിക്കൽ പോലും ഒന്ന് തെറ്റിപ്പോവാതെ ഈശ്വരൻ നമ്മളെ എപ്പോഴും തൻ്റെ കടക്കൺ നോട്ടം കൊണ്ട് പരിപാലിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മുടെ വെറും തോന്നലാണ് നമ്മളെ ഈശ്വരൻ കൈവിട്ടു എന്ന്. എപ്പോഴും ഈശ്വരൻ്റെ ഒരു നോട്ടം നമ്മുടെ കൂടെ ഉണ്ട്, അതൊരിക്കലും തെറ്റിപ്പോകില്ല.